ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻസ് എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിലെ 18ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന 2 ആപ്ലിക്കേഷൻസ് വഴി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നേരത്തെ കാണാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻസ് വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. വെബ്സൈറ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്ത് നമ്മൾ കണ്ടത് യാൻ ക്വിങ്ങറിനെ വെല്ലുവിളിക്കുന്നതാണ്. അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നു. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് അവർ തമ്മിലുള്ള ഫൈറ്റ് ആണ്. യാണ് ആ തണ്ടർ ഉപയോഗിച്ചുള്ള ടെക്നിക്കാണ് അവിടെ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്വിങ്ങറിന് യാണിന് ഒന്നും തന്നെ ചെയ്യാനാകുന്നില്ല. ചീഫ് ഓപ്ഷണറി ആയിട്ടുള്ള യാഫയും യാഫയുടെ കൂടെ മറ്റൊരു വ്യക്തിയും ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. യാണിന്റെ തണ്ടർ ടെക്നിക്കൊക്കെ കണ്ട് അത് അവൻ എവിടെ നിന്ന് കിട്ടിയതായിരിക്കുമെന്നാണ് ആ വ്യക്തി ആലോചിക്കുന്നത്. അപ്പോ യാഫൈ പറയുകയാണ്, നമുക്കൊരു ബെറ്റ് വെച്ചാലോ, യാണായിരിക്കും ഈ മത്സരത്തിൽ വിജയിക്കാൻ പോകുന്നത്. മത്സരത്തിൽ ഞാൻ തോക്കുകയാണെങ്കിൽ ആവശ്യപ്പെടുന്നതിന്റെ 10 ഇരട്ടി ഞാൻ തരാം. യാഫൈ അങ്ങനെ തോക്കുന്ന ബെറ്റൊന്നും വെക്കാറില്ല എന്ന് ഇയാൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ബെറ്റ് വെക്കാനും അയാൾ മടിക്കുന്നു. ഫൈറ്റിൽ നോക്കുകയാണെങ്കിൽ യാണിനെ തൊടാൻ പോലും സാധിക്കാത്തത് കൊണ്ട് ക്വിങ്ങർ പറയുകയാണ്, നീ ആ മോഷ്ടിച്ച തണ്ടർ ടെക്നിക്കിലാണ് ആശ്രയിക്കുന്നത്, നിനക്ക് ഒരു നാണവുമില്ല. എങ്കിൽ അതുകൊണ്ട് തന്നെ നിന്നെ ഒരു പാഠം പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് യാൺ ഇല്യൂഷണറി ബോഡീസും ഉണ്ടാക്കുന്നു. അതുമൂലം ഒരുപാട് യാണുകൾ അവിടെ പ്രത്യക്ഷമാകുന്നു. വേറെ ഓപ്ഷൻ ഒന്നുമില്ലാതെ ക്വിങ്ങർ മുകളിലേക്ക് പറന്നുയർന്നി വലിയൊരു അറ്റാക്ക് തന്നെ എല്ലാ യാണുകളുടെയും നേരെ നടത്തുന്നു. അതുമൂലം അവിടെ ഉണ്ടായിരുന്ന എല്ലാ യാണുകളും അവർ നിൽക്കുന്ന സ്ഥലം തകർത്ത് അടിയിലേക്ക് പോകുന്നു. ക്വിങ്ങർ ആകട്ടെ വിജയിച്ചു എന്ന് കരുതി ചിരിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മുകളിൽ നിന്ന് ഒരു യാൺ വാളുമായിട്ട് പാഞ്ഞു വന്ന് വാള് അവളുടെ തലയുടെ അടുത്ത് വരെയും എത്തി നിർത്തുന്നു. അതായത് ക്വിങ്ങർ പരാജയപ്പെട്ടു എന്നാണ് അർത്ഥം. ക്വിങ്ങറിന്റെ മാസ്റ്ററിനൊക്കെ അതൊക്കെ കണ്ടു കഴിയുമ്പോൾ ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. ശേഷം യാൺ ക്വിങ്ങറിനോട് ബെറ്റ് വെച്ചതുപോലെ വാക്ക് പാലിക്കാൻ പറയുന്നു. കിങ്ലുവാന്റെ മുമ്പിൽ വന്ന് അവനെ വണങ്ങാനും അവനോട് ക്ഷമാപണം നടത്താനും ഒക്കെ ചിരിച്ചുകൊണ്ട് കളിയാക്കുന്ന രീതിയിലൊക്കെ പറയുന്നു. എന്നാൽ കിങ്ലുവാൻ ഒരു നല്ല വ്യക്തിയായിരുന്നു. അവളെ കളിയാക്കാനൊന്നും നിന്നില്ല. അവളുടെ ശക്തി ക്ഷയിച്ചിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് അവൾക്കൊരു പില്ല് കൊടുക്കുന്നു. എന്നിട്ട് പോലും ക്വിങ്ങർ പറയുന്നത് അവരെല്ലാവരും അവളെ കളിയാക്കുകയാണ് എന്നാണ്. കരഞ്ഞുകൊണ്ട് ക്ഷമയൊന്നും ചോദിക്കാതെയാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. യാണപ്പോ തടയാൻ ശ്രമിക്കുമ്പോൾ കിങ്ലുവാൻ പറയുന്നുണ്ട്, വീക്കായിട്ടുള്ളവരോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഒട്ടും ശരിയല്ല. പബ്ലിക്കായിട്ട് അവളെ ഇങ്ങനെ അവഹേളിക്കണ്ട. എന്തായാലും നീ അവളെ പരാജയപ്പെടുത്തിയതല്ലേ, തൽക്കാലത്തേക്ക് അത് മതി. ക്വിങ്ങർ ആകട്ടെ അവളുടെ മാസ്റ്ററിന്റെ അടുത്ത് വന്ന് പരാതി പറയുന്നു. മാസ്റ്ററിന്റെ മുഖം അപ്പോൾ ഒന്ന് കാണേണ്ടതായിരുന്നു. അത്രയ്ക്കും ദേഷ്യം യാണിനോടുണ്ടായിരുന്നു. അതിനുശേഷം യാൺ കിങ്ലുവാനോട് ഫെങ്ഷി ഇന്ന് അവിടെ എത്തുമോ എന്ന് ചോദിക്കുമ്പോഴാണ് ഫെങ്ഷി അവിടെ എത്തില്ല എന്ന കാര്യം പറയുന്നത്. അപ്പോ യാൺ ആകെ നിരാശയിലാകുന്നു. യാണിനെ കുറിച്ച് കിങ്ലുവാന് അറിയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഫെങ്ഷിയോട് മാത്രമേ എല്ലാ കാര്യങ്ങളും പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് യാൺ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നു. എന്നാൽ ക്വിങ്ങറിന്റെ മാസ്റ്റർ യാണിനെ അങ്ങനെ വിടാൻ തയ്യാറാകുന്നില്ല. യാൺ പ്രയോഗിച്ച ആ ടെക്നിക്ക് വിൻഡ് തണ്ടർ ഹാളിന്റേതാണ്. പുറത്തുള്ള ആർക്കും അത് പഠിക്കാനുള്ള അവകാശമില്ല. അതുകൊണ്ടാണ് യാണിനെ പോകാൻ അനുവദിക്കാത്തത്. യാൺ അപ്പോൾ അത് കടയിൽ നിന്ന് യാദൃശ്ചികമായിട്ട് വാങ്ങിയതാണെന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ടും ക്വിങ്ങറിന്റെ മാസ്റ്റർ അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, യാണിനെ പോകാൻ അനുവദിക്കുന്നില്ല. യാണിന് 2 ഓപ്ഷൻസ് ആണ് കൊടുക്കുന്നത്. ഒന്നില്ലെങ്കിൽ ക്വിങ്ങറിന്റെ മാസ്റ്ററിനെ യാൺ ഫോളോ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും പറയണം. അതായത് യാൺ വിൻഡ് തണ്ടർ ഹാളിന്റെ ഒരു ശിഷ്യനാകണമെന്ന്. അല്ല എങ്കിൽ യാൺ മരിക്കണം. യാൺ അപ്പോൾ വിൻഡ് തണ്ടർ ഹാള് ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ല, താൻ അതിന് തയ്യാറല്ല എന്ന് പറയുന്നു. അവനെ കൊല്ലാനാണെങ്കിൽ വിൻഡ് തണ്ടർ ഹാളിന്റെ ആ മാസ്റ്റർ എത്രയൊക്കെ ശ്രമിച്ചാലും സാധിക്കില്ല എന്നും പറയുന്നു. കിങ്ലുവാൻ അപ്പോൾ യാണിന് വേണ്ടി വാദിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ക്വിങ്ങറിന്റെ മാസ്റ്റർ പറയുന്നത് യാണിനെ ഒരു പാഠം പഠിപ്പിക്കാൻ പോവുകയാണ്, സ്റ്റാർഫോൾ ഹാൾ അതിൽ ഇടപെടേണ്ട എന്നൊക്കെയാണ്. അതിനുശേഷം അവരുടെ അടുത്ത് പാഞ്ഞെത്തി ഒരു ആക്രമണം നടത്തുന്നു. അതുമൂലം യാണും ക്വിങ്ലുവാനും ഒക്കെ തെറിച്ചു പോയി വീഴുന്നുണ്ട്. ക്വിങ്ങറിന്റെ മാസ്റ്റർ ഏത് ലെവലിലാണെന്ന് പറയുന്നില്ല. പക്ഷെ യാണിനേക്കാളും ഒരുപാട് പവർഫുൾ ആണെന്ന് ഇതുവഴി മനസ്സിലാക്കാം. ഫെങ്ഷി ഇവിടെയില്ല, ആരും നിന്നെ രക്ഷിക്കാൻ വരാൻ പോകുന്നില്ല. എന്നാൽ അപ്പോഴേക്കും യാഫൈ അവനെ വെറുതെ വിടാൻ പറയുന്നു. ക്വിങ്ങറിന്റെ മാസ്റ്റർ അപ്പോൾ യാണിനോട് ചോദിക്കുകയാണ്, സത്യത്തിൽ നീ ആരാണ്? എവിടെയൊക്കെയാണ് നിനക്ക് സ്വാധീനമുള്ളത്? ആരൊക്കെയാണ് നിനക്ക് വേണ്ടി വാദിക്കുന്നത്? അപ്പോ യാഫൈ പറയുകയാണ്, ഞാൻ ഇവര് വേണ്ടി വാദിക്കുകയല്ല, ഇവൻ ഇവിടെ പുതിയതാണ്, ഇവിടുത്തെ നിയമങ്ങളൊന്നും അറിയില്ല. എന്റെ സ്ഥലത്തു നിന്നാണ് ഇവൻ ഈ ടെക്നിക്ക് വാങ്ങിയത്. ഇവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് എന്റെ സ്ഥലത്തെ മോശമായിട്ട് ബാധിക്കും. ക്വിങ്ങറിന്റെ മാസ്റ്റർ പറയുകയാണ്, അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ അതുകൊണ്ട് മാത്രമല്ല ഇവനെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇവനൊരു അഹങ്കാരിയാണ്. ഇവനെ പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ അത് ഞങ്ങൾക്കൊരു നാണക്കേടാണ്. യാഫൈ അപ്പോൾ യാണിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറയുകയാണ്, മീറ്റിംഗിൽ വന്നാലുള്ള പ്രശ്നം എന്താണെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? യാൺ അപ്പോൾ പറയുകയാണ്, അതിന് ഞാൻ ഇതിലൊന്നും
ഇടപെടാൻ ആഗ്രഹിച്ചിരുന്നില്ല, ഞാൻ മറ്റൊരു വ്യക്തിയെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോ യാഫൈ പറയുകയാണ്, നിനക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നിന്റെ തെറ്റ് സമ്മതിച്ച് അവനോട് ക്ഷമാപണം നടത്തുന്നതാണ് നല്ലത്. യാൺ അപ്പോൾ പറയുകയാണ്, ഞാൻ ഇയാളോട് യാചിക്കാനോ ഒരിക്കലുമില്ല, പിന്നെ ഫെങ്ഷിയാൻ അല്ലാതെ ഇയാൾക്ക് വേറെ ആരും എതിരാളി ഇല്ല എന്നല്ലേ ഇയാൾ പറഞ്ഞത്, അത് തെറ്റാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. അതെല്ലാം കേട്ട് കിങ്ങറിന്റെ മാസ്റ്ററിന് ശരിക്കും ദേഷ്യമാകുന്നു. എല്ലാവരോടുമായിട്ട് അയാൾ പറയുകയാണ്, ഇവന്റെ വാക്കുകൾ തന്നെ കേട്ടില്ലേ, ഇവൻ തീർച്ചയായും സ്റ്റാർഫോൾ ഹാളിൽ നിന്നുള്ളതല്ല, ഇവൻ തീർച്ചയായും മരിക്കേണ്ടവനാണ്. ശേഷം തണ്ടർ കൊണ്ട് പെട്ടെന്ന് യാണിന്റെ നേരെ ഒരു ആക്രമണം നടത്തുന്നു. ആ സമയത്ത് അവനോട് ചോദിക്കുന്നത്, നീ സ്റ്റാർഫോൾ ഹാളിൽ നിന്നുള്ളത് തന്നെയാണോ എന്നാണ്. അതിന് ശരിയായിട്ടുള്ള ഉത്തരം പറയുകയാണെങ്കിൽ അവനോട് ദയ കാട്ടാമെന്ന് പറയുന്നു. കഴുത്തിലാണല്ലോ തണ്ടർ കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് യാണിന് പ്രോപ്പർ ആയിട്ടൊന്നും സംസാരിക്കാനാകുന്നില്ല എങ്കിൽ പോലും അവസാനം അവൻ മെഡിസിൻ എൽഡറിന്റെ ശിഷ്യനാണെന്ന് പറയുന്നു. കിങ്ങറിന്റെ മാസ്റ്റർ ഒക്കെ അവനോട് ചോദിച്ചുകൊണ്ടിരുന്നത് അവൻ ഫെങ്ഷിയാന്റെ ശിഷ്യനാണോ അല്ലയോ എന്നാണ്. മെഡിസിൻ എൽഡറിന്റെ പേര് കേൾക്കുമ്പോൾ ശരിക്കും എല്ലാവരും ഞെട്ടുന്നുണ്ട്. എങ്കിലും അയാൾ യാണിനെ വിടാൻ തയ്യാറാകുന്നില്ല. അപ്പോഴേക്കും ഒരു ശക്തി അയാളെ തെറിപ്പിച്ചു കളയുകയാണ്. വേറെ ആരുമായിരുന്നില്ല, ഫെങ്ഷിയാൻ അവിടെ എത്തിയതായിരുന്നു. ഫെങ്ഷിയാനെ കണ്ടു കഴിഞ്ഞപ്പോൾ കിങ്ങറിന്റെ മാസ്റ്റർ എല്ലാ കാര്യങ്ങളും മറന്ന് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഫെങ്ഷിയാനോട് സംസാരിക്കുന്നത്. കുറെ നാളായല്ലോ കണ്ടിട്ട്, നീ എവിടെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഫെങ്ഷിയാൻ അപ്പോൾ യാണിന് വേണ്ടി വന്നതാണെന്ന് പറയുന്നു. കിങ്ങറിന്റെ മാസ്റ്റർ പറയുകയാണ്, ലോകകാര്യങ്ങളിലൊന്നും നീ ഇടപെടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോ ദേഷ്യത്തോടെ ഫെങ്ഷിയാൻ പറയുകയാണ്, ഇത് ഞങ്ങളുടെ ഹാളുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഇതിലെന്തിനാണ് നിങ്ങൾ ഇടപെടുന്നത്? കിങ്ങറിന്റെ മാസ്റ്റർ അപ്പോൾ പറയുകയാണ്, സ്റ്റാർഫോൾ ഹാളിന്റെ നേതാവ് എന്ന നിലയിൽ നിന്നെ ഞാൻ ബഹുമാനിക്കുന്നു, നിന്നെ ഞാൻ സഹായിക്കാനാണ് ശ്രമിച്ചത്, എന്നിട്ട് നീ എന്നെ ശകാരിക്കാൻ ശ്രമിക്കുകയാണോ? ഇവൻ യോച്ചന്റെ ശിഷ്യനാണെന്നൊക്കെ നുണ പറഞ്ഞു. അപ്പോൾ ഇവനെ ഒരു പാഠം പഠിപ്പിക്കാമെന്നാണ് ഞാൻ കരുതിയത്. എന്തൊക്കെ വന്നാലും ഈ പരിപാടികളൊക്കെ നടത്തുന്നത് ഞങ്ങളാണ്, എന്റെ അനുവാദമില്ലാതെ ഇവനെ ഇവിടുന്ന് കൊണ്ടുപോകാനാകില്ല. ഫെങ്ഷിയാൻ അപ്പോൾ പറയുകയാണ്, നിങ്ങളപ്പോ വീണ്ടും തലപൊക്കി തുടങ്ങിയോ? 50 വർഷങ്ങൾക്ക് മുമ്പ് സോൾ ഹാൾ ഉയർന്നു വന്നപ്പോൾ നിങ്ങളുടെ ഈ ധൈര്യമൊക്കെ എവിടെയായിരുന്നു? അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ആർക്കും തന്നെ ഉത്തരം പറയാനായില്ല. അവസാനം അവർ പറയുന്നത്, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, എന്തിനാണ് പിന്നെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് എന്നാണ്. അപ്പോ ഫെങ്ഷിയാൻ പറയുകയാണ്, അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വർഷമേ ആയിട്ടുള്ളൂ, അപ്പോഴേക്കും നിങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ ഒരു ഫൈറ്റ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്, അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ ഓർമ്മിപ്പിച്ചത്. കിങ്ങറിന്റെ മാസ്റ്റർ അപ്പോൾ പറയുകയാണ്, ശരിയാണ്, അന്ന് ഞങ്ങൾക്ക് അതിനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. പക്ഷേ യോച്ചന്റെ മരണവുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. നിങ്ങളുടെ സ്റ്റാർഫോൾ ഹാളിൽ തന്നെയാണ് ചതിയന്മാർ ഉണ്ടായിരുന്നത്, ഹാൻഫെങ്ങിനെയാണ് ഉദ്ദേശിച്ചത്. എന്നാൽ ഫെങ്ഷിയാൻ പറയുകയാണ്, നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇവനെ ഇവിടുന്ന് ഞാൻ കൊണ്ടുപോകും, തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് യാണിനെയും കൊണ്ട് ഫെങ്ഷിയാൻ അവിടുന്ന് പോകുന്നു. കിങ്ങറിന്റെ മാസ്റ്ററിന് ദേഷ്യമാകുമെങ്കിലും ഒന്നും തന്നെ ചെയ്യാനായില്ല. അപ്പോ യാഫയുടെ കൂടെയുള്ള വ്യക്തി ആരാണ് വിജയിച്ചതെന്ന് ചോദിക്കുന്നു. ഫെങ്ഷിയാൻ അപ്പോൾ യാണല്ലേ വിജയിച്ചതെന്ന് ചോദിച്ചുകൊണ്ടാണ് യാണിനെയും കൊണ്ട് അവിടുന്ന് പോകുന്നത്. അതിനുശേഷം യാണിനെയും കൊണ്ട് ഫെങ്ഷിയാൻ മറ്റൊരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ തന്നെ യാൺ പറയുന്നത് മെഡിസിൻ എൽഡർ അപകടത്തിലാണ്, ഉടനെ തന്നെ അദ്ദേഹത്തെ രക്ഷിക്കണം എന്നൊക്കെയാണ്. എന്നാൽ ഫെങ്ഷിയാന്റെ അറിവിൽ മെഡിസിൻ എൽഡറിന് അങ്ങനെ ഒരു ശിഷ്യനില്ല, അതുകൊണ്ട് യാൺ പറയുന്നതൊന്നും തന്നെ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അവനെ അറ്റാക്ക് ചെയ്തിട്ട് ഫെങ്ഷിയാൻ പറയുകയാണ്, നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ ശക്തിയെല്ലാം ക്ഷയിപ്പിച്ച് നിന്നെ ഞാൻ സാധാരണ വ്യക്തിയാക്കും. എന്റെ അറിവിൽ മെഡിസിൻ എൽഡറിന് നിന്നെ പോലെ ഒരു ശിഷ്യനില്ല, വെറുതെ മെഡിസിൻ എൽഡറിന്റെ വാക്ക് അവിടെ ഇവിടെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഇല്ലാതാക്കും. നേരത്തെ കിങ്ങറിന്റെ മാസ്റ്റർ ആക്രമിച്ചതുപോലെ തന്നെ കഴുത്തിനൊക്കെ വലിഞ്ഞു മുറുകിയായിരുന്നു ഫെങ്ഷിയാനും യാണിനെ ആക്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിൽ അവസാനം യാൺ പറയുന്നത് മെഡിസിൻ എൽഡർ സോൾ ഹാളിന്റെ കരങ്ങളിലാണെന്നാണ്. അപ്പോ ഫെങ്ഷിയാൻ ചെറുതായിട്ട് വിശ്വസിച്ചു തുടങ്ങുന്നു. യാൺ അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയുന്നു. അതായത് മെഡിസിൻ എൽഡർ ഇപ്പോഴും ജീവനോടെയുണ്ട്, പക്ഷേ സോൾ ഹാളിന്റെ കരങ്ങളിലാണ്. മെഡിസിൻ എൽഡർ ജീവനോടെ ഉണ്ടെന്ന് നിങ്ങളും വിശ്വസിക്കുന്നുണ്ടെന്നറിയാം, അതുകൊണ്ടല്ലേ മെഡിസിൻ എൽഡറിനെ തേടി നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ ലോകം മുഴുവനും നടക്കുന്നത്. എന്നെ വിശ്വസിക്കണമെന്ന് പറഞ്ഞ് അയാളുടെ കയ്യിൽ പിടിക്കുമ്പോൾ മോതിരത്തിന്റെ ഉള്ളിലേക്ക് യാൺ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ബോൺ സ്പിരിറ്റ് ചില്ലു ഫ്ലെയിം കണ്ടു കഴിയുമ്പോൾ അതെല്ലാം സത്യമാണെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. അന്ന് പരിക്കേറ്റതിന് ശേഷം മെഡിസിൻ എൽഡർ ഈ മോതിരത്തിന്റെ ഉള്ളിലാണ് ജീവിച്ചത്, അന്നാണ് എന്നെ ശിഷ്യനായിട്ട് സ്വീകരിച്ചതും. പക്ഷേ അവസാനം മെഡിസിൻ എൽഡറിനെ മൂഗോ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. മൂഗോ സോൾ ഹാളിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അപ്പോ ഫെങ്ഷിയാൻ മെഡിസിൻ എൽഡറിന്റെ ശബ്ദം കേൾക്കുന്നു. മെഡിസിൻ എൽഡർ ഫെങ്ഷിയാന്റെ പേര് വിളിക്കുകയാണ്. അത് ബോൺ സ്പിരിറ്റ് ചില്ലു ഫ്ലെയിമിലൂടെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫെങ്ഷിയാൻ ആ ബോൺ സ്പിരിറ്റ് ചില്ലു ഫ്ലെയിമിനെ ഫോളോ ചെയ്യുന്നു. അതുമൂലം ഫെങ്ഷിയാൻ മാത്രം മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. യാൺ ഫെങ്ഷിയാനെ പിന്തുടർന്നെങ്കിലും ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ച് സോൾ ഹാളിൽ ബന്ധനസ്ഥതയിലായിരിക്കുന്ന മെഡിസിൻ എൽഡറിനെ ഫെങ്ഷിയാൻ കാണുന്നു. ഫെങ്ഷിയാന് അതൊക്കെ കണ്ടു കഴിയുമ്പോൾ സോൾ ഹാളിനോട് ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. മെഡിസിൻ എൽഡറിനെ അവൻ രക്ഷിക്കാൻ ശ്രമിക്കുമെങ്കിലും അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല. അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ബോൺ സ്പിരിറ്റ് ചില്ലു ഫ്ലെയിമിന്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. ഫെങ്ഷിയാനെ കണ്ടു കഴിയുമ്പോൾ മെഡിസിൻ എൽഡറിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. മെഡിസിൻ എൽഡർ പറയുകയാണ്, നിന്നെ കാണാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. എന്നെ രക്ഷിക്കാനുള്ള ഒരു എഫോർട്ട്
നീ നടത്തേണ്ട. അതിന് പകരമായിട്ട് നീ യാണിനെ എന്ത് വില കൊടുത്തും പ്രൊട്ടക്ട് ചെയ്യണം. സോൾഹാള് അടുത്തതായിട്ട് 3000 ബേണിംഗ് ഫ്ലെയിമിനെയാണ് കീഴടക്കാൻ ശ്രമിക്കുന്നത്. യാണിന് മാത്രമേ അവരെ തടയാനാവുകയുള്ളൂ. ഞാൻ അവനെ ഫ്ലെയിം മന്ത്ര പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവനെ നീ സ്റ്റാർഫോൾ ഹാളിലേക്ക് കൊണ്ടുപോകണം. എല്ലാ ക്യൂ മെത്തേഡും ദാവോ ടെക്നിക്കുകളും പഠിപ്പിക്കണം. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും നീ ഈ വാക്ക് പാലിക്കണം. അപ്പോ ഫെങ്ഷിയാൻ പറയുന്നുണ്ട്, നിന്നെ ഈ അവസ്ഥയിൽ കണ്ടിട്ട് എങ്ങനെയാണ് എനിക്ക് നിന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോകാനാവുന്നത്? അതേപോലെ തന്നെ എന്തൊക്കെ സഹിച്ചാണ് നിന്റെ ശിഷ്യൻ എന്നെ കാണാൻ എത്തിയത്? അവനോടൊക്കെ എന്ത് മറുപടിയാണ് ഞാൻ പറയുക? എന്നിട്ടും മെഡിസിൻ എൽഡർ പറയുന്നത് യാണിനെ എന്ത് വില കൊടുത്തും പ്രൊട്ടക്ട് ചെയ്യണം, അവന് മാത്രമേ ഇതൊക്കെ തടയാനാവുകയുള്ളൂ എന്നൊക്കെയാണ്. അവസാനം മെഡിസിൻ എൽഡർ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ശേഷം യാണുമായിട്ട് ഫെങ്ഷിയാൻ പുറത്തു വന്നു കഴിയുമ്പോൾ യാൺ ചോദിക്കുന്നത് മെഡിസിൻ എൽഡറിനെ കണ്ടുവോ, മെഡിസിൻ എൽഡറിന് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെയാണ്. എന്നാൽ അതിനുത്തരം പറയാതെ ഫെങ്ഷിയാൻ ചോദിക്കുന്നത് മെഡിസിൻ എൽഡർ അവനെ ഫ്ലെയിം മന്ത്ര പഠിപ്പിച്ചു എന്നാണ്. യാൺ അപ്പോൾ അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, മെഡിസിൻ എൽഡറിന് എങ്ങനെയുണ്ടെന്ന് വീണ്ടും ചോദിക്കുന്നു. എന്നാൽ വീണ്ടും അതിന് ഉത്തരം പറയാതെ ഫെങ്ഷിയാൻ പറയുന്നത് അവനോട് സ്റ്റാർഫോൾ ഹാളിൽ ചേരാനാണ്. അവന് ഒരുപാട് ക്യൂ മെത്തേഡുകൾ പഠിപ്പിക്കാമെന്നൊക്കെ പറയുന്നു. അതാണ് ഇപ്പോഴത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്നൊക്കെയാണ് ഫെങ്ഷിയാൻ പറയുന്നത്. എന്നാൽ തന്റെ മാസ്റ്ററിനെ രക്ഷിക്കുന്നതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യവുമില്ല എന്ന് യാൺ പറയുന്നു. അത് മാത്രമല്ല, അവരതിന് തയ്യാറാവുന്നില്ല എങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി രക്ഷിക്കുമെന്ന് പറഞ്ഞ് യാൺ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം യാൺ യാഫെയിനെ കാണുന്നതായിട്ട് കാണിക്കുന്നു. ഇപ്രാവശ്യം യാൺ യാഫെയിനോട് നന്ദി പറയുക മാത്രമല്ല, അവന്റെ യഥാർത്ഥ പേര് ഷിയോയാൻ എന്നാണ്, വൂത്താൻ സിറ്റിയിൽ നിന്നാണ്, അങ്ങനെ എല്ലാ സത്യങ്ങളും പറയുന്നുമുണ്ട്. യാഫെയ് അപ്പോൾ നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ലിറ്റിൽ ഫെയറി ഡോക്ടർ എവിടെയാണെന്നുള്ള സൂചന കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷം ആ സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നു. യാഫെയ് നേരത്തെ ഒരു വ്യക്തിയുമായിട്ട് ബെറ്റ് വെക്കാൻ ഒരുങ്ങിയില്ലേ, ആ വ്യക്തിയുടെ കസ്റ്റഡിയിൽ തന്നെയാണ് ലിറ്റിൽ ഫെയറി ഡോക്ടർ ഇപ്പോൾ ഉള്ളത്. അയാൾ ഐസ് വാലി മാസ്റ്റർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. യാൺ യാൻഫെയുടെ സഹായിയായിട്ടുള്ള യിൻവെയുടെ കൂടെയാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഐസ് വാലി മാസ്റ്റർ വളരെ ഡിഫറന്റ് ആയിട്ടാണ് ഇവിടെ പെരുമാറുന്നത്. ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ വെറുതെ കൊടുക്കാൻ തയ്യാറാകുന്നില്ല. യിൻവെ അപ്പോൾ പറയുന്നുണ്ട്, നേരത്തെ മത്സരത്തിൽ ബെറ്റ് വെച്ചപ്പോൾ യാൻഫെയിനോട് പരാജയപ്പെട്ടതുകൊണ്ട് അതിന് പകരമായിട്ട് ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ യാണിന് കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. അതിനുശേഷം എല്ലാം സാധാരണ പോലെ നമുക്ക് തുടരാമെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഐസ് വാലി മാസ്റ്റർ പറയുന്നത് ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടെ എന്നാണ്. എന്നാൽ അതിനുശേഷം യാണിനോട് പറയുകയാണ്, ഒരു പക്ഷേ നിനക്ക് വേണ്ടിയായിരിക്കും ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ കൊണ്ടുപോകുന്നത്. അങ്ങനെയെങ്കിൽ അവൾ നിനക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും. അപ്പോ അതിനനുസരിച്ചുള്ള ഒരു റിവാർഡ് തന്നെ ഞങ്ങൾക്ക് കിട്ടണം. അത് മാത്രമല്ല, അവളെ പിടിക്കുന്ന സമയത്ത് എന്റെ ആളുകൾക്ക് ഒരുപാട് പരിക്കുകൾ പോലും ഉണ്ടായി. അതുകൊണ്ട് തന്നെ വലിയൊരു നഷ്ടപരിഹാരമാണ് അയാൾ ആവശ്യപ്പെടുന്നത്. യാൺ അപ്പോൾ ശരിക്കും ദേഷ്യപ്പെടുന്നുണ്ട്. ഐസ് വാലി മാസ്റ്ററും വിട്ടുകൊടുത്തില്ല. അയാൾ പറയുന്നത് വേറൊന്നുമല്ല, ഫെങ്ഷിയാൻ അവന്റെ സഹായത്തിന് വന്നില്ലായിരുന്നെങ്കിൽ ഇന്നേ ദിവസം അവൻ അവിടെ വെച്ച് മരിച്ചാനെ എന്നൊക്കെയാണ്. അത് മാത്രമല്ല, അവന്റെ ആളുകളോട് ഉത്തരവിട്ട് കഴിയുമ്പോൾ അവിടെ ഒളിച്ചിരിക്കുകയായിരുന്ന അയാളുടെ കുറെ ആളുകൾ യാണിനെയും യിൻവെയിനെയും ഒക്കെ വളയുന്നു. യിൻവെ അപ്പോൾ നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നു. ഒരു നാണവുമില്ലാതെ ഐസ് വാലി മാസ്റ്റർ അപ്പോൾ ആവശ്യപ്പെടുന്നത് യാഫെയുടെ ഓപ്ഷൻ ഒക്കെ നടക്കുന്ന ആ സ്ഥലത്തിന്റെ പകുതി പ്രോഫിറ്റ് ആയിരുന്നു. യാൺ അപ്പോൾ നൈസായിട്ട് അവന്റെ ടോൺ മാറ്റുന്നു. ഐസ് വാലി മാസ്റ്ററിനോട് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാം എന്ന് പറയുന്നു. അപ്പോ ഐസ് വാലി മാസ്റ്റർ മുന്നോട്ട് വരുന്നു. യാണാകട്ടെ ഇവിടെ ജീവന് എന്താണ് വില എന്ന് ചോദിക്കുന്നു. അയാൾ അപ്പോൾ അത് ആളെ ആശ്രയിച്ചിരിക്കുമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ യാൺ അയാളുടെ കഴുത്തിന് പിടിച്ച് നിന്റെ ജീവൻ എന്താണ് വില എന്ന് ചോദിക്കുന്നു. അയാളുടെ ആളുകളാണെങ്കിൽ പേടിച്ച് അവരുടെ അടുത്തേക്ക് വരുന്നുമില്ല. അല്ലെങ്കിൽ ഐസ് വാലി മാസ്റ്ററുടെ ജീവൻ യാൺ എടുക്കും. പേടിച്ച് അയാള് തന്നെ അയാളുടെ ആളുകളോട് പുറകോട്ട് പോകാൻ പറയുന്നു. അതിനുശേഷം അയാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് യാൺ ലിറ്റിൽ ഫെയറി ഡോക്ടർ എവിടെയാണെന്ന് ചോദിക്കുന്നു. അയാൾ അപ്പോൾ യാണിനെ തിരിച്ച് ഭീഷണിപ്പെടുത്താനൊക്കെ ശ്രമിച്ചതാണ്. അയാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ യാണിനും യിൻവെയ്ക്കും ഒക്കെ പുറത്ത് കടക്കാനാകില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ലിറ്റിൽ ഫെയറി ഡോക്ടർ യാണിന് അത്രയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ യാൺ അതിലൊന്നും വീണില്ല. അവസാനം യാണിന്റെ ഭീഷണിയിൽ വഴങ്ങി ഐസ് വാലി മാസ്റ്റർ ലിറ്റിൽ ഫെയറി ഡോക്ടർ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അവനെ അവിടെ എത്തിക്കുകയും ചെയ്യുന്നു. ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ കണ്ടു കഴിയുമ്പോൾ തന്നെ അയാളെ വെറുതെ വിടുന്നുമുണ്ട്. എന്നാൽ ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. തണുത്ത് ഐസ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ലിറ്റിൽ ഫെയറി ഡോക്ടർ ഉള്ളത്. അതേപോലത്തെ സ്ഥലത്താണ് ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ ബന്ധനസ്ഥയിലാക്കിയിരിക്കുന്നത്. ഐസ് വാലി മാസ്റ്റർ ആകട്ടെ പുറത്തിറങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ വലിയൊരു പാറക്കഷ്ണം ഉപയോഗിച്ച് ആ സ്ഥലം മൂടിക്കളയുന്നു. അതിനുശേഷം ദേഷ്യത്തോടെ അവരോടെന്ന പോലെ പറയുകയാണ്, നിങ്ങൾ 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ കിടന്ന് മരിക്കും. ദാവോ ആൻസെസ്റ്റർ ലെവലിലാണെങ്കിൽ പോലും നിനക്കത് ചേർത്ത് നിൽക്കാനാകില്ല. യാൺ ദാവോ ആൻസെസ്റ്റർ ലെവലിനേക്കാളും 1 ലെവൽ താഴെയാണുള്ളത്. യാൺ ആകട്ടെ അവന്റെ പരമാവധി ശക്തി പ്രയോഗിച്ചുകൊണ്ട് ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ രക്ഷിക്കാനൊക്കെ ശ്രമിക്കുന്നു. ഐസ് വാലി മാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ ഐസ് അത്രമാത്രം സ്ട്രോങ് ആയിരുന്നു. അപ്പോഴേക്കും ലിറ്റിൽ ഫെയറി ഡോക്ടറിന് ബോധം വരുന്നുണ്ട്. ലിറ്റിൽ ഫെയറി ഡോക്ടർ നോക്കുമ്പോൾ കാണുന്നത് തന്റെ കഴിവിന്റെ പരമാവധിയൊക്കെ ശ്രമിച്ച് യാൺ അവളെ രക്ഷിക്കാൻ നോക്കുന്നതാണ്. ഐസ് ആയതുകൊണ്ട് തന്നെ അത് മെൽറ്റ് ചെയ്യുന്നതിന്
വേണ്ടി യാൺ അവന്റെ ഫ്ലെയിംസുകളൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. ചങ്ങലയാകട്ടെ അവന്റെ ആ വലിയ വാള് കൊണ്ടൊക്കെ തകർക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ വിജയിക്കുന്നില്ല. ലിറ്റിൽ ഫെയറി ഡോക്ടർ അപ്പോൾ ഇത് സാധാരണ ഐസ് അല്ല, നീയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടോളൂ, ഞാൻ നിന്നെ ഇതിലേക്ക് വലിച്ചിഴച്ചു, ഞാൻ കാരണം നീ അപകടത്തിലായി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ യാണിനാകട്ടെ അപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്. ലിറ്റിൽ ഫെയറി ഡോക്ടറിനോട് ഉറക്കത്തിലേക്ക് വീണു പോകല്ലേ എന്ന് യാൺ പറയുന്നു. അവിടെ നിന്ന് പുറത്തു കടന്നാൽ ഉടനെ തന്നെ ഐസ് വാലി മാസ്റ്ററിനെ ഒരു പാഠം പഠിപ്പിക്കുമെന്നൊക്കെ പറയുന്നു. എന്നാൽ അല്പം കഴിയുമ്പോഴേക്കും യാണൊക്കെ ശരിക്കും അവശതയിലാകുന്നുണ്ട്. എന്നിട്ടും യാൺ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. ലിറ്റിൽ ഫെയറി ഡോക്ടർ ഒരുപാട് വിഷമിക്കുന്നത് കാണുമ്പോൾ യാൺ പറയുകയാണ്, നീ വളരെ പവർഫുൾ ആണ്. ഐസ് വാലിയിലുള്ള മെഴ്സനറീസിനൊക്കെ നീ അറ്റാക്ക് ചെയ്തു എന്ന് ഞാൻ കേട്ടു. നിന്നോട് മോശമായിട്ട് പെരുമാറുന്നവരോട് നീ അങ്ങനെ തന്നെ പെരുമാറണം. എനിക്കത് ഒരുപാട് ഇഷ്ടമായി. ഭാവിയിലും അങ്ങനെ തന്നെ ചെയ്യണം. അപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലിറ്റിൽ ഫെയറി ഡോക്ടർ പറയുന്നത് വേറൊന്നുമല്ല, അവിടെ എത്തിയതിനു ശേഷം യാണിനെ അവൾ കണ്ടില്ല. അവൾ ശരിക്കും പേടിച്ചു പോയി. അതവളുടെ വിഷമുള്ള ശരീരത്തെക്കുറിച്ച് ഓർത്തിട്ടായിരുന്നില്ല. യാണിനെ ഒരിക്കലും കാണാനാകില്ലല്ലോ എന്നോർത്താണ് പേടിച്ചത്. അതുകൊണ്ടായിരുന്നു അവൾ അങ്ങനെയൊക്കെ പെരുമാറിയത്. അപ്പോ യാൺ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, നീ പേടിക്കണ്ട, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, നീയാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രണ്ട്. പക്ഷേ നീ എന്നെക്കാളും പവർഫുൾ ആണ്, എന്നെക്കാളും ധൈര്യമുള്ളവളാണ്. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ ലിറ്റിൽ ഫെയറി ഡോക്ടറിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എങ്കിലും അവസാനമാകുമ്പോഴേക്കും അവളുടെ പോയിസണസ് ആയിട്ടുള്ള ബോഡി പൊട്ടിത്തെറിപ്പിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അതിനു മുന്നോടിയായിട്ട് യാണിനോട് സോറി എന്ന് പറയുന്നു. അതുമാത്രമല്ല അവനോട് രക്ഷപ്പെടാൻ വേണ്ടി അവന്റെ ഫ്ലെയിംസ് ഉപയോഗിക്കാൻ പറയുന്നു. യാൺ ആകട്ടെ അവളോട് കുറച്ചു നേരം കൂടി പിടിച്ചു നിൽക്കാൻ പറഞ്ഞുകൊണ്ട് യാൺ അവന് കഴിയുന്ന വിധത്തിൽ അവളെ രക്ഷിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ലിറ്റിൽ ഫെയറി ഡോക്ടർ അതൊന്നും കേൾക്കാൻ നിന്നില്ല. എങ്കിലും അവസാനം അവൾ അതിൽ വിജയിക്കുന്നുണ്ട്. അതായത് പോയിസണസ് ആയിട്ടുള്ള ബോഡി പൊട്ടിത്തെറിക്കുന്നു. പക്ഷേ ചുറ്റിനുമുള്ള ഐസും മറ്റും അവള് തന്നെ അബ്സോർബ് ചെയ്തു. അപ്പോ യാൺ സന്തോഷത്തോടെ ലിറ്റിൽ ഫെയറി ഡോക്ടറിനോട് പറയുകയാണ്, കണ്ടില്ലേ, നിനക്കിപ്പോൾ നിന്റെ പോയിസണസ് ബോഡിയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് പൊട്ടിത്തെറിച്ചിട്ടും നിനക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു. അങ്ങനെയെങ്കിൽ അടുത്ത പ്രാവശ്യവും നിനക്ക് ഇതേപോലെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഞാൻ പറഞ്ഞില്ലേ നിനക്ക് ഇതൊക്കെ സാധിക്കുമെന്ന്. ശേഷം സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോഴേക്കും ലിറ്റിൽ ഫെയറി ഡോക്ടർ ഒന്ന് ചുമച്ചു പോകുന്നു. അത് അബ്സോർബ് ചെയ്ത ഐസ് കാരണം ഹാർട്ട് ബ്ലോക്ക് ആയതാണെന്നാണ് പറയുന്നത്. അപ്പോഴേക്കും യാണിന്റെ കണ്ണിന് എന്തോ പ്രത്യേകത പോലെ ലിറ്റിൽ ഫെയറി ഡോക്ടറിന് തോന്നുന്നു. അത് പറയാൻ വരുമ്പോഴേക്കും ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ ബോധം പോകുന്നു. എന്നാൽ അതിനുശേഷം കാണിക്കുന്നത് ലിറ്റിൽ ഫെയറി ഡോക്ടറുമായിട്ട് അവൻ സ്റ്റാർഫോൾ ഹാളിൽ വരുന്നതാണ്. അവൻ അവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഫെങ്ഷിയാനും പുറത്തേക്ക് വന്നിരുന്നു. യാൺ ഫെങ്ഷിയാന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ സഹായിക്കണമെന്ന് പറഞ്ഞു. പകരമായിട്ട് അവർ പറയുന്ന എന്തും തന്നെ ചെയ്യാമെന്നും പറഞ്ഞു. ഫെങ്ഷിയാൻ അപ്പോൾ ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ ബോഡി പരിശോധിച്ചിട്ട് പറയുകയാണ്, പോയിസണസ് ആയിട്ടുള്ള ബോഡി തന്നെയാണ് ഇവൾക്കുള്ളത്. ഇതുവരെയും ഇതൊക്കെ കൺട്രോൾ ചെയ്ത് ഇവൾ ജീവനോടെ ഇരുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. ശേഷം കിങ്ലുവാനോട് അവൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള റൂം ഒരുക്കി കൊടുക്കാൻ പറയുന്നു. യാൺ അപ്പോൾ സന്തോഷത്തോടെ ലിറ്റിൽ ഫെയറി ഡോക്ടറിനോട് ഫെങ്ഷിയാൻ നിന്നെ രക്ഷിക്കുമെന്നൊക്കെ പറയുന്നു. അപ്പോ ഫെങ്ഷിയാൻ പറയുകയാണ്, ഞാൻ ഇവളെ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടില്ല, എനിക്കിവളെ രക്ഷിക്കാനാകും. പക്ഷേ നീ അതിന് പകരമായിട്ട് സ്റ്റാർഫോൾ ഹാളിൽ ചേരണം, എന്റെ ശിഷ്യനാകണം. ലിറ്റിൽ ഫെയറി ഡോക്ടറിന് വേണ്ടി യാൺ അതിന് തയ്യാറാകുന്നു. പക്ഷേ അയാളുടെ ശിഷ്യനാകാൻ സാധിക്കില്ല എന്ന് പറയുന്നു. കാരണം ജീവിതകാലം മുഴുവനും ഒരു മാസ്റ്ററെ ഉണ്ടാകാൻ പാടുള്ളൂ. അവൻ അവന്റെ മാസ്റ്ററായിട്ട് മെഡിസിൻ എൽഡറിനെയാണ് തെരഞ്ഞെടുത്തത്. അത് കേട്ട് കഴിയുമ്പോൾ ഫെങ്ഷിയാൻ പറയുകയാണ്, നീ മെഡിസിൻ എൽഡറിന്റെ ശിഷ്യനാകാൻ യോഗ്യനായവൻ തന്നെയാണ്. കുഴപ്പമില്ല, മാസ്റ്റർ എന്ന ടൈറ്റിൽ എനിക്ക് ആവശ്യമില്ല. പക്ഷേ ഞാൻ പറയുന്നതൊക്കെ കേൾക്കണം. ഒരു ധിക്കാരിയെ പോലെ ഇവിടെ പ്രവർത്തിക്കരുത്. യാൺ സന്തോഷത്തോടെ അതെല്ലാം തന്നെ അംഗീകരിക്കുന്നു. അതിനുശേഷം അവൻ അവിടുത്തെ ജൂനിയർ മാസ്റ്റർ എന്ന പദവിയാണ് കൊടുക്കുന്നത്. കാരണം മെഡിസിൻ എൽഡറിന്റെ ഒരേ ഒരു ശിഷ്യനാണ്. അവന് വേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കിങ്ലുവാനെ ഏൽപ്പിക്കുന്നു. ആ പദവിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ യാൺ അന്തം വിട്ടു നിൽക്കുകയാണ്. അവൻ എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ പോലും സാധിക്കുന്നില്ല. അതിനുശേഷം കിങ്ലുവാൻ അവന് വേണ്ട വസ്ത്രങ്ങളൊക്കെ കൊടുക്കുന്നു. അത് ധരിച്ചു കഴിയുമ്പോൾ യാണിന് നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതൊക്കെ ധരിക്കണോ എന്നാണ് യാൺ ചോദിക്കുന്നത്. കിങ്ലുവാൻ അപ്പോൾ പറയുന്നത് ഇതൊക്കെ അവന്റെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. അവൻ സ്റ്റാർഫോൾ ഹാളിന്റെ ഒരു ജൂനിയർ മാസ്റ്ററാണ്. അവൻ എടുക്കുന്ന ഓരോ തീരുമാനവും സ്റ്റാർഫോൾ ഹാളിന്റെ ഇമേജിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ പ്രവർത്തിക്കാൻ പറയുന്നു. യാണിന് ഈ പദവിയൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ട് കിങ്ലുവാനോട് പറയുകയാണ്, ഫെങ്ഷിയാൻ ഈ പദവിയൊക്കെ എനിക്ക് തന്നത് വെറുതെ തമാശയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ കിങ്ലുവാൻ പറയുകയാണ്, മാസ്റ്റർ ഫെങ്ഷിയാൻ അങ്ങനെ തമാശയൊന്നും പറയാറില്ല. അതിനുശേഷം അവന്റെ ഉത്തരവാദിത്തങ്ങൾ പറയുമ്പോൾ യാൻ ശരിക്കും ഞെട്ടുന്നുണ്ട്. അതായത് എല്ലാവരും കിടന്നതിന് ശേഷം മാത്രമേ അവനെ കിടക്കാനാവുകയുള്ളൂ. ഉണരുമ്പോഴാകട്ടെ എല്ലാവരെക്കാളും മുമ്പ് ഉണരണം. ഫെങ്ഷിയാൻ ലോകം മുഴുവനും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണല്ലോ. അപ്പോ മാസ്റ്റേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് കിങ്ലുവാൻ ആയിരുന്നു. ഇനി ആ ഉത്തരവാദിത്തം യാൺ ആണ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. യാൺ അപ്പോൾ ഇതെന്ത് ശോകം ലൈഫാണെന്നൊക്കെ
പറയുന്നു. കിങ്ലുവാൻ അപ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്ന സമയത്ത് കിങ്ലുവാൻ ശരിക്കും ചിരിക്കുന്നുണ്ട്. അതിനുശേഷം യാണിനെ ദാവോ ടെക്നിക് ഹാളിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വെച്ചാണ് സ്റ്റാർഫോൾ ഹാളിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. യാണിന്റെ സ്റ്റോറേജ് റിംഗിൽ ഇതിന് സമാനമായിട്ടുള്ള സ്ഥലമുണ്ട്. അതുകൊണ്ട് ആ സ്ഥലം കണ്ടപ്പോൾ തന്നെ അതിന്റെ പർപ്പസ് എന്താണെന്ന് യാണിന് മനസ്സിലായി. അവിടെ മെഡിസിനേറ്റർ ഉണ്ടാക്കിയ ഒരു പവർഫുൾ ആയിട്ടുള്ള ഫോർമേഷൻ ഉണ്ടായിരുന്നു. 50 വർഷത്തിന് മുമ്പാണ് അത് അവസാനമായിട്ട് ഉപയോഗിച്ചത്. ആരും തന്നെ അത് കണ്ടിട്ടില്ല. ദാവോ വെനറേറ്റ് ലെവലിലുള്ളവർക്ക് പോലും അത് തകർക്കാനാകില്ല എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ ഈ സ്ഥലത്തിന്റെ എല്ലാം ഉത്തരവാദിത്തം യാണിനാണെന്നാണ് കിങ്ലുവാൻ പറയുന്നത്. യാണാകട്ടെ ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന ഓരോ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവന് കിട്ടിയ ഉത്തരവാദിത്തങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ യാൺ പറയുകയാണ്, ഇതിലും ഭേദം എന്റെ കഴുത്തിൽ ഒരു കയറ് കെട്ടിയിടായിരുന്നില്ലേ? എന്തോരം ഉത്തരവാദിത്തങ്ങളാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഇതൊക്കെ ഉപേക്ഷിച്ച് പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? കിങ്ലുവാൻ അപ്പോൾ ഇതല്ലാതെ നിനക്ക് വേറെ വഴിയൊന്നുമില്ല, മാസ്റ്റർ ഫെങ്ഷിയൻ നിന്നെ അത്രമാത്രം വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും അടുക്കളയുടെ സെക്ഷൻ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ എത്തി കിങ്ലുവാനോട് കോഴി മുട്ടയിടുന്നില്ല, അരിയാണെങ്കിൽ തീരാറായി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയുന്നു. കിങ്ലുവാൻ അപ്പോൾ ഇനി മുതൽ ആ കാര്യങ്ങളൊന്നും തന്നോട് പറയേണ്ട, ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ഇപ്പോൾ യാണാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ചൂണ്ടിക്കാണിക്കുന്നു. മാസ്റ്റർ ഫെങ്ഷിയൻ യാണിനെ അവിടുത്തെ പുതിയ യങ് മാസ്റ്റർ ആയിട്ട് തെരഞ്ഞെടുത്തു എന്ന കാര്യം പറയുന്നു. അപ്പോ അയാള് യാണിനോട് ഇക്കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നു. അയാളുടെ പേര് സൂഷി എന്നാണ്, പക്ഷെ യഥാർത്ഥ പേര് മറ്റെന്തോ ആയിരുന്നു. മാസ്റ്ററിന് അത് ഇഷ്ടമാകാതിരുന്നത് കൊണ്ട് സൂഷി എന്നാക്കിയതായിരുന്നു. എല്ലാവരും ലിറ്റിൽ കാൻഡിൽ എന്നാണ് അയാളെ വിളിക്കുന്നത്. യാൺ അപ്പോൾ വളരെ സൗമ്യമായിട്ട് നൈസായിട്ട് അതിൽ നിന്ന് എസ്കേപ്പ് ആകാൻ ശ്രമിക്കുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, നമുക്കിതിനെ കുറിച്ചൊക്കെ പിന്നീട് സംസാരിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ട് യാൺ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. കിങ്ലുവാൻ ആകട്ടെ സൂഷിയോട് ആംഗ്യത്തിൽ യാണിനെ ഫോളോ ചെയ്യാനൊക്കെ കാണിക്കുന്നു. അപ്പോ അടുക്കളയിൽ ഉപ്പില്ല, ബീൻസ് ഇല്ല എന്നൊക്കെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് യാണിന്റെ പുറകെ അയാൾ ഓടുന്നതായിട്ട് കാണിക്കുന്നു. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.